സ്റ്റെല്ല 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 സ്റ്റെല്ല. അവളിങ്ങോട്ട് വന്നിട്ട് ഇവിടുന്ന് അവൾ എവിടെ പോയി? ആ മഹേന്ദ്രവർമ്മ എങ്ങാനും കരിനാക്ക് വളച്ചൊന്നും പറയാതെ മത്തായിച്ചേട്ടാ. നമുക്കെന്നാ പോലീസിൽ അറിയിച്ചാലോ? പോലീസ് പോലീസ് പോലീസാണ് മത്തായിച്ചൻ അമ്മ അയച്ചനോ? പോലീസിൽ നിന്ന് വിളിക്കേണ്ട പോലീസാ. ഇത് മഹേന്ദ്രവർമ്മയുടെ ഫോണാണെങ്കിൽ നീ സംസാരിക്കാതിരിക്കാൻ നല്ലത്. എടുക്കും മത്തായിച്ചേട്ടാ, അവൻ എന്താ പറയുന്നത് നോക്കാം. ഹലോ, റാംജി റാവു സ്പീക്കിംഗ്. എന്താന്ന്? റാംജി റാവു സ്പീക്കിംഗ്. എന്താ മത്തായിച്ചേട്ടാ? എന്താ? റാംജി റാവു. റാംജി റാവു? ഇവൻ എന്തിനാടാ ഇപ്പൊ ഇങ്ങോട്ട് പണ്ടാറടങ്ങിയത്? ഈ നേരത്തെ ഏത് തെണ്ടിയാടാ ഇവനെ ജയിലിൽ നിന്ന് തുറന്നു വിട്ടത്? ഹലോ 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 കണ്ട അതിലുണ്ട്. ഹലോ എന്റെ കൈയും കാലും പറിച്ചിട്ട് പാടില്ല, ഒന്ന് നിൽക്കടാ. ഹലോ. റാംജി റാവു, നിനക്കിപ്പോ എന്താ വേണ്ടത്? നമ്മൾ തമ്മിൽ പഴയ ഒരു കണക്കുണ്ടല്ലോ, അതൊന്ന് തീർക്കണ്ടേ? തീർക്കണോ? എന്നാ ഉടനെ തീർക്കാം. ഇപ്പൊ അതിന് പറ്റിയ സമയം. ഫോൺ നിലത്ത് വെച്ചിട്ട് നിന്റെ പണി നോക്കണ പട്ടി. ഗോപാലകൃഷ്ണ, ഗോപാലകൃഷ്ണ, നമ്മുടെ സ്റ്റെല്ല. സ്റ്റെല്ല? ഹലോ ഗോപാലകൃഷ്ണ, ഞാൻ അവിടെ വന്ന് ഗോപാലകൃഷ്ണ കാത്തിരിക്കായിരുന്നു. എന്നിട്ട് നീ എങ്ങനെ ഇവന്റെ കയ്യിൽ ചെന്ന് പെട്ടു? ഞാൻ പിടിച്ചുകൊണ്ടുവന്നു. എന്തിനാണെന്ന് മനസ്സിലായോ? നിങ്ങൾ എനിക്ക് കുറച്ച് പണം തരാനുണ്ടല്ലോ. കൃത്യമായിട്ട് പറഞ്ഞാൽ 3 ലക്ഷം രൂപ. അതെനിക്ക് തിരിച്ചു കിട്ടണം. ഇന്ന് രാത്രി 12 മണിക്കുള്ളിൽ ആ 3 ലക്ഷം രൂപയുമായി നീ വരണം. നഗരാതിർത്തിയിൽ ആ കുന്നിൻ മുകളിൽ പണി കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സിവിൽ സ്റ്റേഷന്റെ 3ാമത്തെ നിലയിൽ നിന്റെ പെണ്ണിനെയും കൊണ്ട് ഞാൻ വരും. എന്തു പറയുന്നു? വരാമെന്ന് പറ. അപ്പൊ പണം? നീ ആദ്യം വരാന്ന് പറയടാ. വരാം. പഴയ പോലെ തന്ത്രം കാണിക്കാനോ പോലീസിനെ അറിയിക്കാനോ ശ്രമിച്ചാൽ പിന്നെ നീ ഇവളെ ജീവനോടെ കാണില്ല. എനിക്കിത് വേണം. എന്റെ അമ്മയോടും അവളോടും നിങ്ങളോടും ഒക്കെ ചെയ്ത കള്ളത്തരത്തിന് ദൈവം തന്ന ശിക്ഷയായത്. മത്തായിച്ചേട്ടാ, ബാലകൃഷ്ണ, എനിക്ക് പേടിയാവുന്നു. ഒന്നുകിൽ അവളെ എനിക്ക് നഷ്ടപ്പെടും, അല്ലെങ്കിൽ എന്റെ അമ്മ എനിക്ക് നഷ്ടപ്പെടും. തീർച്ചയാ. നീ പേടിക്കണ്ടടാ, നിനക്കാരും നഷ്ടപ്പെടില്ല. ആദ്യം റാംജി റാവുവിന്റെ കയ്യിൽ നിന്നും നമുക്ക് അവളെ രക്ഷപ്പെടുത്താം. അതിനുള്ള പണം അവൾ തന്നെ ഇവിടെ കൊണ്ടുവച്ചിട്ടില്ലേ? അതെ, ആ ദുഷ്ടന്റെ പണം. ഒരു ദുഷ്ടന്റെ പണം വേറൊരു ദുഷ്ടന്റെ കയ്യിൽ ചെന്ന് ചേരട്ടെ. ആ പണം നമ്മുടെ കയ്യിലിരുന്ന നമ്മളും കൂടെ ദുഷ്ടന്മാരാവും. അങ്ങനെയെങ്കിൽ ആ പണം കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവട്ടെ. നീ പാടാ. കാശ് ഞാനല്ലേ കൈകാര്യം ചെയ്യാറ്. കാശും പെട്ടി ഞാൻ പിടിക്കാം. എന്നിട്ട് വേണം കൊണ്ട് കളയാൻ. എന്താ പറഞ്ഞേ? ഇത് ഉണക്ക നാടകം കളിച്ചിട്ട് നക്കാപ്പിച്ച കാശല്ല, ലക്ഷക്കണക്കിനുണ്ട്. നാടകത്തെ പറ്റി എന്തെങ്കിലും പറഞ്ഞോണ്ടല്ലോ. അത്തയച്ചേട്ടാ ഗോലക്ഷ, ഇപ്പോഴേ ഫിറ്റ് കംപ്ലീറ്റ് കുളവാക്കും. നീ കുറച്ചു നേരം ആ റാംജി റാവുവിനും മഹേന്ദ്രവർമ്മയെ കൈകാര്യം ചെയ്യാനുള്ളതുകൊണ്ട് തൽക്കാലം വിട്ടിരിക്കുന്നു. Come on, boys. ഇയാൾ ഈ വെള്ളം എല്ലാം കൂടെ അടിച്ചു കയറ്റി കുളവാക്കുമെന്നാ തോന്നുന്നത്. എത്രയും ദയവുള്ള മാതാവേ, ഞാനും എന്റെ പിള്ളേരും കൂടി ഒരു നല്ല കാര്യത്തിന് പോവുകയാണ്. ഞങ്ങളുടെ മേൽ ഒരു കണ്ണുണ്ടായിരിക്കണേ. അടുത്തൊരു ബെല്ലോട് കൂടി നാടകം സമാരംഭിക്കുക. ഒന്നും മിണ്ടായിരിക്കേ, ഇത് ഫോൺ അടിക്കുന്ന ശബ്ദമാ. ഗോപാലക്ഷ, എങ്കിൽ പറ, അരമണിക്കൂർ മുമ്പ് പുറപ്പെട്ടു. ആ പിത്തക്കാടി വണ്ടി കയറിയാ? ഓ എടാ ഗോപാലക്ഷ, ഇയാളെ ഏതെങ്കിലും മുറിയിട്ട് പൂട്ട്. ഈ കണ്ടീഷനെ കൊണ്ടുപോയാ മത്തായിച്ചേട്ടാ. ഇത് ജീവൻ മരണ പോരാട്ടമാണ്. ഒരു ചുവട് പിഴച്ചാൽ 1ഉം 2ഉമല്ല 5 പേരുടെ ജീവനാ പോകുന്നത്. ഗോപാലകൃഷ്ണ, അവനോട് പറയേണ്ടത് ഓർമ്മയുണ്ടല്ലോ. അവളെയും കൊണ്ട് നമ്മൾ ഉടനെ പുറപ്പെടുകയാണ്. റാംജി റാവു പറഞ്ഞ അതേ സ്ഥലത്ത്, അതേ കെട്ടിടത്തിന്റെ 4ാമത്തെ നിലയിൽ
നിന്റെ അമ്മയും കൊണ്ട് അവനോട് വരാൻ പറ. അവിടെ മൂന്നാമത്തെ നിലയെ കാത്തു നിൽക്കുന്ന റാംജി റാവുന് നമ്മൾ പണം കൊടുക്കുന്നു, അവളെ വാങ്ങിക്കുന്നു. അവളെയും കുട്ടി നേരെ നാലാമത്തെ നിലയിൽ ചെന്ന് നിന്റെ അമ്മയും അവളെയും നമ്മൾ രക്ഷപ്പെടുത്തുന്നു. ഓക്കെ? ഓക്കെ. ഹലോ മിടുക്കന്മാർ, എന്റെ ആളുകൾക്ക് മുമ്പേ നിങ്ങൾ അവളെ ഇവിടുന്ന് കടത്തിയല്ലേ? അതെ, അവളിപ്പോ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. ഇനി അവളെ നിനക്ക് വിട്ടു കിട്ടണമെന്നുണ്ടെങ്കിൽ എന്റെ അമ്മയും കൊണ്ട് ഞങ്ങൾ പറയുന്നിടത്ത് നീ വരണം. ശരി, ഞാൻ വരാം. നഗരാതിർത്തിയിൽ ആ കുന്നുംപുറത്ത് കൺസ്ട്രക്ഷൻ നടക്കുന്ന സിവിൽ സ്റ്റേഷന്റെ നാലാമത്തെ നിലയിൽ എന്റെ അമ്മയെ കൊണ്ടുവരണം. സ്റ്റെല്ലയും കൊണ്ട് ഞങ്ങളും അവിടെ വരും. പക്ഷേ പുറപ്പെടുന്നത് എന്റെ ആളുകളോടൊപ്പം ആയിരിക്കണം. അവരവിടെ പുറത്ത് കാത്തു നിൽപ്പുണ്ട്. എന്താ ഞങ്ങളെ താങ്കൾക്ക് വിശ്വാസമില്ലേ? അവളെ ഞങ്ങൾ തന്നെ അങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞതല്ലേ, പിന്നെ ഇവരെയൊക്കെ ഇങ്ങോട്ട് വിട്ടത്? നോ, ഇനി ഇക്കാര്യത്തിൽ റിസ്ക് എടുക്കാൻ പറ്റില്ല. അവളില്ലാതെ നിങ്ങൾ അവിടുന്ന് പുറപ്പെടില്ല. പുറപ്പെടാൻ അവർ സമ്മതിക്കില്ല. ഹലോ ഹലോ, അതെ, ഒന്നും പറയണ്ട, ആദ്യം അവളെ വിളിക്ക. അവളെയും കൊണ്ട് ഉടനെ പുറപ്പെടണം. അതിന് അവൾ ഇവിടെ ഉണ്ടായിട്ട് വേണ്ടേ? ആ റാംജി റാവു സ്പീക്കിംഗ് കിഡ്നാപ്പ്. അവള് ഞങ്ങൾ അടുത്ത് തന്നെയുണ്ട്, പക്ഷെ ഇവിടെ അല്ലാന്ന് മാത്രം. നമുക്ക് പോകുന്ന വഴിക്ക് വിളിച്ചോണ്ട് പോവാം, പോരെ? പോരാ, അവളെയും കൊണ്ടല്ല അവിടെ നടക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അവളെ ഞങ്ങൾ അവിടെ കൊണ്ടുവരാമെന്ന് പറഞ്ഞില്ലേ? പറ്റില്ല എന്ന് ഞങ്ങളും പറഞ്ഞില്ലേ? എന്നാ നീയൊക്കെ കൊണ്ടുപോടാ അവളെ ഇവിടുന്ന്. മിണ്ടരുത്, ഇത് അവരും കൂടി അറിയിട്ടോ. മിണ്ടിപ്പോയിരുന്നാ പറഞ്ഞത്. പ്ലീസ്, ഞങ്ങൾ പറയുന്നൊന്ന് വിശ്വസിക്കണം. ഞങ്ങൾ അവളെ അവിടെ കൊണ്ടുവരാം, ഉറപ്പായിട്ട് കൊണ്ടുവരാം. സത്യം പറഞ്ഞ അവളെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വേറൊരാൾ തട്ടിക്കൊണ്ടുപോയി. ആ അതന്നെയല്ലേ ഞാനും പറഞ്ഞത്, റാംജി റാവു സ്പീക്കിംഗ്. അത് പറയാൻ വന്നപ്പോഴല്ലേ നീന്റെ വായ വന്നത്? അതെ, റാംജി റാവു തന്നെ തട്ടിക്കൊണ്ടുപോയി. ദേ, ഇത് അവന് കൊടുക്കാനുള്ള പണമാണ്. ഇതും കൊടുത്ത് അവന്റെ കയ്യിൽ നിന്ന് അവളെ മേടിച്ച് അവിടെ കൊണ്ടുവരാം. പ്ലീസ്, സമയം പോകുന്നു, അതുകൊണ്ടാ. ബാലകൃഷ്ണ, മത്താച്ചേട്ടാ, നിക്കടാ അവിടെ. മര്യാദയ്ക്ക് അവളെ വിളിക്കുന്നുണ്ടോ ഇല്ലയോ? ഇതെന്തൊരു നാശമാണെന്ന് പറ. അവൾ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞില്ലേ? ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല ഇല്ല ഇല്ല. എങ്കിൽ അവൾ ഉണ്ടാകുന്നവരെ വെയിറ്റ് ചെയ്യാം. സർ, അവിടെ ഇരിക്കാനാണ് പറഞ്ഞത്. സർ, സമയം പോകുന്നു. നിന്നോടാണ് പറഞ്ഞത് ഇരിക്കാൻ. ഇതിനാണല്ലോ ഞാൻ നിനക്ക് മെഴുതി എത്തിച്ചത്. ഞാൻ എവിടെ ഇരിക്കണ്ടേ സാറേ? ഞാൻ എവിടെ ഇരിക്കുന്നു? ഇരിക്കടാ. ഇതെന്താ വേറെ റാംജി റാവു? ആശങ്ക ഇവന്മാർക്ക് ഇവിടെ സ്ഥലം കിട്ടിയുള്ളൂ കിഡ്നാപ്പിംഗ് നടത്താൻ. ചെന്ന് നോക്കി, ഇല്ലെങ്കിൽ അവന്മാർ അതിനെ കൊണ്ട് ഇങ്ങോട്ട് വരും. ആ ശരി, പേടിക്കാനൊന്നുമില്ല. അവര് നേരെ മുകളിലേക്ക് പോയി. സർ, സമയം പോകുന്നു. മിണ്ടരുത്. ഇരിക്കടാ. എനിക്ക് അനങ്ങരുത്. കടക്കടാ പുറത്ത്, കടക്കാൻ. എൽദോ, വെറുതെ അലമുണ്ടാക്കരുത്. ഞങ്ങളുടെ നാടകത്തിന്റെ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞങ്ങളുടെ മെയിൻ നടന്മാരാണ്. ഇവരുടെ കയ്യിലിരിക്കുന്ന കളിത്തോക്കാണ്. കളിത്തോക്ക? മിണ്ടാതിരി. കളിത്തോക്കാണാശനെ. കളിത്തോക്കാണെന്ന് വെച്ച് ഇവരെന്തെങ്കിലും ചെയ്താലുണ്ടല്ലോ ഞങ്ങളുടെ വിധം മാറും. ഇവര് ഞങ്ങളുടെ മെയിൻ ആളുകളാ. ആഹാ, എന്നാ ഈ മെയിൻ ബന്ധുക്കളെ തന്നെ ആദ്യം അടിയടാ. അയ്യോ, പെട്ടെന്ന് മനസ്സിനൊരു ചാഞ്ചാട്ടം വന്നപ്പോ ഊതിക്കിടത്തിയതാ എന്റെ മാതാവേ. ഇങ്ങോട്ട് വരാൻ. ഇടടാ. ഇങ്ങോട്ട് വരാൻ. ആ ഞൊണ്ടിക്കാരൻ പിന്നാലെ വരണ്ടോ? എന്തോ അവനവന്റെ കാലം കൊണ്ട് രക്ഷപ്പെട്ടു പോകണ. വേഗം പാടാ. ചെന്നവന്റെ കാലം തന്നെ എടുക്കേ. ആശാമ,
കെട്ടിടം ഇങ്ങനെ പൊളിഞ്ഞത്? ഒളിഞ്ഞതല്ല, പുതിയതായിട്ട് കെട്ടിക്കൊണ്ടിരിക്കുക. ഇതിപ്പോ പടി കയറി ശബരിമലയിൽ ചെല്ലുമല്ലോ. അല്ല, ഈ മഹേന്ദ്രവർമ്മ ലിഫ്റ്റ് ഒന്നും അറേഞ്ച് ചെയ്തിട്ടില്ലേ? ഇതാണ് എനിക്ക് പിടിക്കാത്തത്. ലിഫ്റ്റാ? ആ, മത്താച്ചേട്ടൻ ഇവിടെ തന്നെ നിന്നാ മതി. ഇവിടെ വരുമോ? ആ വരും. ഉദ്ദേശം എത്ര മണിക്കാ? ദേ മിണ്ടാതെ നിന്നോളാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് വന്നോളാം. പൊന്നപ്പാ, ഇയാളെ നോക്കിക്കോ. അതെന്തിനാണ് എന്നെ നോക്കാൻ ആളെ നിർത്തിട്ട് പോണത്? ഞാൻ എന്താ പ്രസവിക്കാറായിട്ടുള്ള പെണ്ണാ? എന്താടാ? എനിക്കും കുറച്ച് ധൈര്യം വേണമായിരുന്നു. ധൈര്യം വേണല്ലേ? എന്നാ ധൈര്യം കുടി. ഇതാ നിന്റെ ശരീരത്തിന് ഇത് തന്നെ അധിക. ഇതങ്ങോട്ട് കുടിച്ചിട്ട് ഒരു ഭാഗത്ത് കിടന്നു. ഓവറായിട്ട് ഛർദിക്കരുത്. കുടി. Cheers. ഇനി വേണോ? വരാം. നിനക്ക് നല്ല കപ്പാസിറ്റി അല്ലടോ. നിന്നെ കാണുന്ന പോലെയൊന്നും അല്ലല്ലോ. എവിടുന്ന് പഠിച്ച നീ ഇത്? ഈ കുപ്പിയിലെ അടപ്പ എവിടെ? അടപ്പാ? ഈ കുപ്പിയിലെ അടപ്പ എവിടെയാണ്? ദേ ഇതല്ലേ അടപ്പ്. അപ്പൊ കുപ്പിയോ? ദേ കുപ്പി. ആ ആ